നമ്മുടെ തലച്ചോറിന് സ്വയം നവീകരിക്കാനുള്ള ശേഷിയുണ്ട്. വയസ്സായി, തലച്ചോറിന്റെ കോശങ്ങളൊക്കെ നശിച്ചു, പഴയ പോലെ ഓർമ്മയില്ല, പണ്ട് പഠിച്ച സൂറത്തൊന്നും കിട്ടുന്നില്ല, ഒരു പിടുത്തുമില്ല, അത്തുംപിത്തായി തുടങ്ങി. അങ്ങനെ ആകൂരത്ര തലച്ചോറിനെ കുശാഗ്രമായി ജാഗ്രതയോടെ ഓർമ്മയോടെ കോൺസെൻട്രേഷനോടുകൂടെ നിലനിർത്തുന്ന ശീലം നമുക്കുണ്ടെങ്കിൽ അതെന്നും പച്ച പിടിച്ചു നിൽക്കുമെന്നാണ്. അതിനാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. എൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് തലച്ചോറിൽ മുഴയുണ്ടായിട്ട് വെല്ലൂര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേറ്റ് ചെയ്തു. മുഴ 98% ഞങ്ങൾ പ്രതീക്ഷിച്ചതിലേറെ വിജയകരമായി മാറ്റാൻ കഴിഞ്ഞു. അത് ക്യാൻസറസ് അല്ല, അതുകൊണ്ട് തകരാറൊന്നുമില്ല എന്നവർ പറയുകയും അതിനുശേഷം ആ ഡോക്ടർ, തമിഴനായിട്ടുള്ള ഡോക്ടർ ഇംഗ്ലീഷിൽ പറഞ്ഞു തന്ന കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ എൻ്റെ ഉപ്പയുടെ അനിയനാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇളയപ്പാക്ക് കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒരവസ്ഥയുണ്ട്. അഥവാ അദ്ദേഹത്തിന് അരക്കു താഴെ സ്വാധീനം നഷ്ടപ്പെട്ടു പോയിരുന്നു ഈ മുഴ കാരണം. അത് വികസിച്ചിട്ട് ഞരമ്പുകൾ, തലച്ചോറിലെ ഞരമ്പുകൾ ജാമായിട്ട് ചലനശേഷി നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഓപ്പറേറ്റ് ചെയ്തത് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദ അവരുടെ നിർദ്ദേശപ്രകാരം. ആ വിജയം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചു വരുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം, ഇപ്പോൾ 3 വയസ്സായ ഒരു കുട്ടിയെ പോലെയാണ് നിങ്ങളുടെ ഉപ്പയുടെ ശാരീരിക ചലനം. കുട്ടി 3 വയസ്സല്ല, ഈ നടക്കാൻ പ്രായം എത്ര, 2 വയസ്സ് 1.5 വയസ്സൊക്കെ ആകുമ്പോൾ നടക്കാൻ തുടങ്ങൂലേ? ആ കുട്ടി നടക്കാൻ തുടങ്ങുന്ന സമയത്ത് കുട്ടി വേച്ച് വീഴാൻ പോകാറുണ്ടെങ്കിലും കുട്ടി പിന്നെയും നടക്കും. അപ്രകാരം നിരന്തരം നടക്കാൻ നിങ്ങളുടെ ബന്ധു ശ്രദ്ധിക്കുകയാണ് എങ്കിൽ പഴയപടി നടക്കുന്ന അവസ്ഥയിലേക്ക് തലച്ചോറ് രൂപപ്പെട്ടു വരും. അതേ സമയത്ത് നടക്കാൻ മടി കാണിച്ചു നിന്നാൽ ഇതേ അവസ്ഥ തുടരും. നമ്മൾ പണി കൊടുക്കുന്നതിനനുസരിച്ച് തലച്ചോറ് മാറാൻ തയ്യാറാണ്, തലച്ചോറിനെ മാറ്റാൻ നമ്മൾ തയ്യാറാണോ എന്നാണ്. നമ്മൾ നിരന്തരമായിട്ട് വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ തലച്ചോറ് എന്നും സജീവമായി നിൽക്കും. നിസ്കാരത്തിൽ നല്ല ശ്രദ്ധയോടെ, കോൺസെൻട്രേഷനോട് കൂടി, ഹുദുവോടെ നിങ്ങളത് നിർവഹിക്കാൻ തയ്യാറാണോ? തലച്ചോറ് ശ്രദ്ധയോടെ നിൽക്കും. നിസ്കാരത്തിന് ഒരു സമയത്തും മോചനം തന്നിട്ടില്ല. നിങ്ങൾ ശരീരം മുഴുവനും ചലനമറ്റ് കിടക്കുന്ന സന്ദർഭത്തിലും ബോധമുണ്ടെങ്കിൽ, നിങ്ങളുടെ കാതലായ വശമെന്ന് പറയുന്നത് നിങ്ങളുടെ കൈയല്ല, കാലല്ല, ഭംഗിയല്ല, ആകാര സൗഷ്ഠവങ്ങളോ വടിവുകളോ അല്ല, നിങ്ങളുടെ ബോധമാണ് എന്ന ബോധ്യത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാ? ആ ബോധം നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ നിസ്കരിച്ചോളണം. ചലിക്കാൻ പോലും വയ്യെങ്കിൽ, കൺപോളകൾ ചലിക്കുമെങ്കിൽ കൺപോളകൾ കൊണ്ട് നിസ്കരിച്ചോളണം. അതിനും വയ്യെങ്കിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ചോളണം. അഥവാ തലച്ചോറിന് പണി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മളൊക്കെ തലച്ചോറിൽ ഭാവനയിൽ കാണുകയാണ്. നിയ്യത്തു ഭാവന, ഉച്ചരിക്കാൻ വയ്യ, നിയ്യത്തു ഭാവന, ഫാത്തിഹ ഭാവന, റുക്കൂഅ് സുജൂദ് ഭാവന, തുമാനീനത്തു ഭാവന, സലാം ഭാവന, എല്ലാം ഭാവനയിൽ കണ്ടുകൊണ്ട് തലച്ചോറിനെ വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ വിശ്രമിക്കാൻ അനുവദിക്കരുത്, അതിനെ നശിക്കാൻ വിട്ടുകൊടുക്കരുത്. നിങ്ങളതിനെ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കണം എന്ന് പരിശുദ്ധ ഇസ്ലാം നിസ്കാരത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ആ പ്രതിഭാസത്തെ മനഃശാസ്ത്ര ലോകവും ശാസ്ത്രലോകവും ഒരുപോലെ പറയണത് എങ്ങനെയാണെന്നറിയോ? തലച്ചോറിന് അതിന് നവീകരിക്കാനുള്ള കഴിവുണ്ട്. അത് 2 വിധത്തിലാണ്. ഒന്ന് സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റി, 2 ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റി. സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എൻ്റെ എളാപ്പയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. തലച്ചോറിന് എന്തെങ്കിലും തകരാറുകളോ കാര്യങ്ങളോ വരാതിരിക്കാൻ നമ്മൾ അതിനെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടേയിരുന്നാൽ അത് ശുദ്ധമായി പൂർണ്ണ ആരോഗ്യത്തോടെ നിലനിൽക്കും. അവ്വിധം അതിന് രൂപപ്പെടാൻ നിങ്ങൾ ഇപ്പോഴും മനഃപ്പാഠം പഠിക്കാറുണ്ടെങ്കിൽ ഓർമ്മശക്തി നിലനിൽക്കും. ഖുർആന്റെ സൂക്തങ്ങൾ എന്തെങ്കിലും നമ്മൾ മനഃപ്പാഠം പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആ കഴിവ് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ ഹാഫിദീങ്ങളായ ആളുകളെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഹാഫിദീങ്ങളായ ആളുകൾക്ക് ഓർമ്മശക്തി കുറവായിരിക്കും. എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ, അദ്ദേഹം ഹാഫിദാണ്. ഞാൻ പറയുന്ന കാര്യം അദ്ദേഹത്തിന് കൂടുതൽ ബോധ്യമുണ്ടാകും. ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ഒരു അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായിരുന്നു, അബൂബക്കർ സിദ്ദീഖ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവര്യർ ഹക്കീം ഉസ്താദ് അവറുകൾ ഒരിക്കൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഒരിക്കൽ ഞാനും കേട്ടു ചോദ്യം. എന്താ ചോദിക്കണവരോ? മിനിഞ്ഞാന്ന് ഞാൻ എത്ര മണിക്കാ വന്നതെന്ന് വന്ന ആൾ ചോദിക്കുന്നത് കണ്ട ആളോടാണ്. മിനിഞ്ഞാന്ന് ഞാൻ എത്ര മണിക്കാ വന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഏതാണ്ട് ഇങ്ങനെയാണ്: നിങ്ങൾ 10:21-നാണോ? കാരണം അദ്ദേഹം വന്ന സമയം നോക്കിയിട്ട് ഒപ്പിടുന്ന ആളാണ്. ഒരു തന്മാത്ര പോലും അശുദ്ധമായ ധനം എന്നിലേക്ക് വന്നു ചേരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പട്ടികയിൽ സമയം കാണിച്ച് ഒപ്പിടുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് അവറുകൾ. 10:21. അപ്പൊ 10:21 ഇങ്ങനെ സമയം നോക്കി നിൽക്കണോ? അതാണ് അയാളുടെ ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ അത് ഉറപ്പന്നെയാണോ? ആ ഉറപ്പന്നെയാണ്. അപ്പോഴാണല്ലോ നിങ്ങൾ ചെരുപ്പ് ഇങ്ങനെ 2 കയ്യിലും പിടിച്ചിട്ട് ഇങ്ങനെയാണ് പോയത്. അങ്ങനെ കൃത്യമായിട്ടത് വിവരിച്ചു കൊടുക്കണം.
ഓർമ്മശക്തിയെ പരിപോഷിപ്പിക്കാൻ ഹിഫ്ള് കാലത്ത് അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് വെറുതെ ഓർമ്മയിൽ നിൽക്കുകയാണ്. വെറുതെ ഓർമ്മയിൽ നിൽക്കുക, മെനക്കെടണ്ട, വെറുതെ ഓർമ്മയിൽ നിൽക്കുക. പരിശീലനം കൊടുത്താൽ അങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ തലച്ചോറ്. അതിനാണ് സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. 2, ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റി. ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും, പാരലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രോക്ക് വന്നിട്ട് തകർന്നു പോയ ആളുകൾ ഉണ്ടാവുമല്ലോ, ഭാഗികമായിട്ട് ചലനശേഷി നഷ്ടപ്പെട്ട ആളുകൾ. അവർ നിരന്തരമായിട്ട് ആ ശേഷി തിരിച്ചെടുക്കാൻ വേണ്ടി അധ്വാനിക്കുകയാണെങ്കിൽ അവർക്ക് ആ ശരീരഭാഗത്തെ പ്രവർത്തിപ്പിക്കാൻ അത്രയും കാലം തലച്ചോറിന്റെ ഏതു ഭാഗമാണോ നിലനിന്നത് അത് തൽക്കാലം നശിച്ചിരിക്കുന്നുവെങ്കിൽ ആ ജോലി തലച്ചോറിന്റെ മറ്റു ഭാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പഴയ പടിയിലേക്ക് ഇയാളെ കൊണ്ടുവരും. ഇതിനാണ് ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. തലച്ചോറിന്റെ ഒരു ഭാഗത്തിന്റെ ജോലി മറ്റേ ഭാഗം ഏറ്റെടുക്കും എന്ന് വെച്ചാൽ അത്രമേൽ സമൃദ്ധമായ കഴിവുള്ള ഒരു സമ്പുഷ്ടമായ സാധനമാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പൊ പ്രായമാകുന്നു എന്ന് കരുതിയിട്ട് ഉമ്മമാരാരും പേടിക്കണ്ട. പകരം നിങ്ങൾ ചെയ്യാം, ഖുർആൻ ഓതുമ്പോൾ ആഴ്ചയിൽ ഒരു വരിയെങ്കിലും മനപ്പാഠം പഠിക്കാൻ, പത്രങ്ങൾ വായിക്കാൻ, ഓർമ്മയിൽ വെക്കാൻ, പഴയ കാലത്തെ കൂട്ടുകാരെ ഓർക്കാൻ, ഇന്ന് എന്തൊക്കെ ചെയ്തു എന്ന് ഉറങ്ങാൻ പോകുമ്പോൾ ഒന്ന് വെറുതെ ഓർക്കാൻ, ആരൊക്കെ കണ്ടു, എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചെയ്തു, അവരെന്താ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഓർമ്മ കുറയുന്നതിൻ്റെ ഒരു കാരണം എന്താ? സ്ക്രോളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു റീല് കണ്ടു, അടുത്ത റീല് കണ്ടു, അടുത്ത റീല് കണ്ടു, അടുത്ത റീല് കണ്ടു, എന്താ കണ്ടതെന്ന് അവനും ഓർമ്മയില്ല, ആർക്കും ഓർമ്മയില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നു. അങ്ങനെ മറക്കാൻ പഠിക്കുന്നു, പകരം ഓർക്കാൻ പഠിക്കുക. എന്തൊക്കെ സംഭവിച്ചു ഇന്നു എന്ന് നമ്മൾ ഓർക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുക. പണ്ട് സ്കൂളിൽ പഠിച്ച, മദ്രസ പഠിച്ച ചെങ്ങാഴ്ചകൾക്ക്